യുഎസിലെ അലാസ്കയിൽ വിനോദസഞ്ചാരികളുമായി പോയ ചാർട്ടർ വിമാനം തകർന്നു വീണ് 8 പേർ മരിച്ചു. അലാസ്കയിലെ ഉൾനാടൻ വിനോദസഞ്ചാര മേഖലയിലേക്ക് യാത്രക്കാരുമായി പോയ ചെറുവിമാനമാണ് മലനിരകളിൽ തകർന്നു വീണത്. വിമാനത്തിലുണ്ടായിരുന്ന പൈലറ്റും യാത്രക്കാരും ഉൾപ്പെടെ എല്ലാവരും സംഭവ സ്ഥലത്തു വച്ചു തന്നെ മരിച്ചു. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന ഡി ഹവിലാൻഡ് DHC-3 ഓട്ടർ ചാർട്ടർ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. യാത്ര തിരിച്ച് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വിമാനവുമായുള്ള റേഡിയോ ബന്ധം നഷ്ടപ്പെടുകയായിരുന്നു. പ്രദേശത്ത് അനുഭവപ്പെട്ട കനത്ത മഞ്ഞുവീഴ്ചയും മോശം കാഴ്ചാ പരിധിയുമാണ് അപകടത്തിന് വഴിവെച്ചതെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വിമാനം തകർന്നു വീണത് ദുർഘടമായ മലനിരകളിലായതിനാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം ഏറെ വെല്ലുവിളി ഉയർത്തി. തകർന്നു വീണ വിമാനത്തിന്റെ അവശിഷ്ടങ്ങൾ കോസ്റ്റ് ഗാർഡും നാഷണൽ ഗാർഡ് ഹെലികോപ്റ്ററുകളും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് കണ്ടെത്തിയത്. മരിച്ചവരിൽ ഭൂരിഭാഗവും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അലാസ്ക സന്ദർശിക്കാനെത്തിയ വിനോദസഞ്ചാരികളാണ്. അപകടത്തെക്കുറിച്ച് നാഷണൽ ട്രാൻസ്പോർട്ടേഷൻ സേഫ്റ്റി ബോർഡ് സമഗ്രമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണോ അതോ മോശം കാലാവസ്ഥയാണോ അപകടത്തിന് പ്രധാന കാരണമെന്ന് പരിശോധിച്ചു വരികയാണ്.